ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ഏറ്റവും പുതിയതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം ഫാമിലി പടമാണല്ലോ പ്രിൻസ് ആൻഡ് ഫാമിലി. ഇപ്പോഴത്തെ ജനപ്രിയ നായകന്റെ ഏറ്റവും പുതിയ സിനിമ കുടുംബ പ്രേക്ഷകരടക്കമുള്ള ജനങ്ങളെ ഏറ്റെടുത്തു എന്നാണ് സിനിമയുടെ ആദ്യ 10 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നൽകുന്ന സൂചന. സിനിമയുടെ കേരള, വേൾഡ് വൈഡ്, ഓവർസീസ് കളക്ഷൻ, ഒപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോഴത്തെ ഡീറ്റെയിൽ ആയിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഓരോ മേഖലകളിലും ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ദിലീപ് സിനിമയ്ക്ക് ലഭ്യമാക്കുന്നതിൽ ഏറ്റവും മികച്ച കളക്ഷൻ വരുന്ന സിനിമയായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10 ദിവസത്തെ കേരള കളക്ഷനിലേക്ക് തന്നെ ആദ്യം വരികയാണെങ്കിൽ ഇന്നലെ 1,50,00,000 കേരള ഗ്രോസ് ഞായറാഴ്ച വന്ന സിനിമയ്ക്ക് 9,90,00,000 കേരള ഗ്രോസ് ആകെ 10 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ വന്നിരിക്കുകയാണ്. ഇന്നത്തെ തിങ്കളാഴ്ച ദിവസത്തെ പ്രീസെൽ കളക്ഷൻ കൊണ്ട് തന്നെ സിനിമയുടെ കേരള ഗ്രോസ് 10 കോടി കടന്നു എന്ന് ഉറപ്പിക്കാം. ഇനി കേരളത്തിനപ്പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 75 ലക്ഷം രൂപയാണ് പ്രിൻസിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ. 2020 ശേഷമുള്ള ദിലീപിന്റെ മികച്ച റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെക്കുന്ന സിനിമ കൂടിയിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓവർസീസിലേക്ക് വരികയാണെങ്കിൽ $5,50,000 ഓവർസീസിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ 4,75,00,000 രൂപയാണ് ആദ്യ 10 ദിവസങ്ങൾ കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 15,40,00,000 രൂപ വെറും 10 ദിവസങ്ങൾ കൊണ്ട് പ്രിൻസ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ 10 ദിവസങ്ങൾ കൊണ്ട് വളരെ മികച്ച കളക്ഷൻ, ഒരു പ്രൊമോഷനും ഇല്ലാത്ത തിയേറ്ററുകളിലേക്ക് എത്തിയ ദിലീപിന്റെ 150ാമത്തെ സിനിമ നേടിയെടുത്തിരിക്കുന്നു. ഇന്ന് തിങ്കളാഴ്ച ദിവസത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടാമത്തെ തിങ്കളാഴ്ചയും സിനിമയ്ക്ക് മണിക്കൂറല്ല 1000-ന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റഴിക്കുന്ന കാഴ്ചയാണ് ബുക്ക് മൈ ഷോയിൽ കാണുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ പ്രിൻസിന്റെ തരംഗം അവസാനിച്ചിട്ടില്ല. കാത്തിരിക്കൂ അടുത്ത ദിവസങ്ങളിലെ കളക്ഷനായിട്ട്.